റിയാദ് മർത്തോമ കോൺഗ്രിഗേഷൻ യുവജന സഖ്യം അഭിമാന പുരസ്കാരം കാഴ്ചവയ്ക്കുന്നു. വെളിച്ചമേ നയിച്ചാൽ. ഇതിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രം. മറിച്ച് അതിനേതെങ്കിലും വ്യക്തികളുമായോ സംഭവമായോ സാമ്യം തോന്നിയാൽ അത് വെറും യാഥാർത്ഥ്യം മാത്രം. ഈ സ്കിറ്റിന്റെ വിജയത്തിനായി നിങ്ങളുടെ പൂർണ്ണമായ സഹകരണവും പ്രോത്സാഹനവും ഞങ്ങളുടെ എളിയ കലാകാരന്മാർക്ക് അത്യന്താപേക്ഷിതമാണ്. അവരുടെ തെറ്റുകളും കുറ്റങ്ങളും സദയം പുറത്ത് ഈ സ്കിറ്റ് ഒരു പൂർണ്ണ വിജയമാക്കി തീർക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് അടുത്ത ഒരു ബെല്ലോടുകൂടി ഞങ്ങളുടെ ഈ സ്കിറ്റ് ഇവിടെ സമാരംഭിക്കുന്നു. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. അതൊക്കെ എന്റെ അപ്പം കൊച്ചമെത്തിട്ട് പറഞ്ഞതും എന്റെ വല്യപ്പൻ കൊച്ചു പറഞ്ഞ് തുടങ്ങി വെച്ച കുറെ ശീലങ്ങളാ. അതൊക്കെ നീ പറയുന്ന പോലെ ഇന്നും നാളെ ഒന്നും നിർത്താൻ ഒക്കത്തിലടി എന്റെ കോഴഞ്ചേരിക്കാരി ഡേസി. നിനക്കതൊക്കെ പറയാം, എന്റെ ടെൻഷൻ എനിക്കെന്താ അറിയില്ല. എന്തുവാടി ഈ പുറത്തുനിന്ന് നടക്കുന്നത്? വല്ലതും പറയാനുണ്ട്, നേരിട്ടൊന്ന് പറഞ്ഞാൽ പോലെ. അയ്യോ, ഡോഗ് ഷോയെ കുറിച്ച് പറയാം. അത് വളരെ സിമ്പിൾ അല്ലേടി. നിന്റെ വീട്ടിൽ നിന്റെ പട്ടിക്കുള്ള സ്ഥാനം പോലും നിന്റെ ഭർത്താവില്ലെന്ന് പറഞ്ഞാൽ പോരാ. അതിൽ കൂടുതൽ പട്ടികളെ കുറിച്ച് എന്തുവാടി പറയാനുള്ളത്? പിന്നെ അത് ഈ നാട്ടുകാർക്ക് അറിയാൻ വയ്യാത്തതാണോ? ഇവിടെ കുറെ കൊച്ചമ്മമാരുണ്ട്. നേരം വെളുക്കുന്നതിന് മുമ്പേ കുറെ കുടിച്ചിപ്പട്ടികളുമായിട്ട് അങ്ങ് ഇറങ്ങിക്കോളൂ. ഡോഗ് ഷോ ആണ് പോലും, ഡോഗ് ഷോ ആണ് പോലും ആണ് ഒരെണ്ണം വിളിക്കുന്നു. ഡോഗ് ഷോ, അവിടെ ഡോഗ് ഷോ. ബാക്കിയുള്ളവർ ഐസ് തരാൻ പോലും കാണില്ല. കരോളുകാരാന്ന് തോന്നുന്നു. അത് ഓർക്കട്ടോ? നീ കേൾക്കൊന്നും പറഞ്ഞണ്ട. വേറെ പട്ടിയെ കഴിച്ചു വിട്ടായിരുന്നു. ഓക്കെ സാർ. അയ്യോ, 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഭാഗം പിടിച്ച ക്രിസ്തുവനാണ് ജനിച്ചതെന്ന് പറഞ്ഞ് തുള്ളിച്ചാടാൻ ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളും. ക്രിസ്തുമസ് ആണ് പോലും. ക്രിസ്തുമസ് കഷ്ടം. എന്ത് ദൈവദോഷമാണ്? ഞാൻ ഈ സമ്പാദിച്ച കോടികളൊന്നും നിന്റെ ദൈവമൊന്നും തന്നതല്ല. ഞാൻ എന്റെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് സമ്പാദിച്ചതാണ്. അത് കണ്ട പള്ളിക്കാർക്കും പട്ടക്കാർക്കും കൊണ്ട് കടത്തിട്ട് അതിന്റെ അനുഗ്രഹമൊന്നും എന്റെ മക്കൾക്ക് വേണ്ട. കേറി പോടി. ഹലോ, ആ ഗോപാൽ സത്യവാനാണോടാ? എന്താടാ ഈ ക്രിസ്മസും പ്രമാണിച്ചത്? നിനക്കറിയതിനാടാ ക്രിസ്മസും പ്രമാണിച്ചുകൊണ്ട് ഒരു പട്ടിക്കാരത്തിലുണ്ട്. അവിടെ കൂടെ ഞാൻ ഇവിടെ നിന്ന് കൂടി. അല്ലാതെ എന്ത് ചെയ്യാൻ? ഓ, നീ പറഞ്ഞ കാര്യം അതൊന്നും പേടിക്കണ്ട.
കാരണം നമ്മൾ ഈ കൊടുക്കുന്ന പേപ്പറൊക്കെ ഉണ്ടല്ലോ, അങ്ങ് ഒപ്പിടാൻ കുറെ മണ്ടന്മാർ അവിടെ ഇരിപ്പുണ്ട്, മന്ത്രിമാരാന്ന് പറഞ്ഞു. അവന്മാരതൊക്കെ ഒപ്പിട്ട് കൊടുക്കും. പക്ഷെ ഒരു കാര്യം നീ ഓർക്കണം, കൊച്ചിയിലെ കണ്ണായ സ്ഥലത്ത് 10 കോടി രൂപ വില വരുന്ന വസ്തുവാണ് ഞാൻ നിന്റെ പേരിലാക്കി തരുവാൻ പോകുന്നത്. അതിൽ നിന്നും വെറും 1 കോടി രൂപ മാത്രമേ ഞാൻ നിന്നോട് ചോദിക്കൂ. അത് നീ മറക്കില്ല. ഓക്കെ, ഗുഡ് നൈറ്റ്. ഓക്കെ, ഹാപ്പി ക്രിസ്മസ്. 1 കോടി രൂപയോ? നീ എപ്പം കേട്ടത്? ഞാൻ ഫോൺ വിളിക്കുന്നത് കേട്ടു. ഓരോ ശ്രദ്ധയ്ക്ക് വന്നോളൂ. ഇച്ചായ, എനിക്ക് നമ്മൾ അന്ന് കണ്ട സാരി വാങ്ങിച്ചു തരുമോ? ഏതാ, 1 ലക്ഷത്തിന്റെ സാരിയോ? അപ്പൊ ഈ മിരിഞ്ഞാന്ന് മേടിച്ച 75,000 സാരിയോ? അതിന് ഡോക്ടർ കൊടുക്കാൻ വെച്ചിരിക്കല്ലേ? ഇത് പിന്നെ എവിടെ എടുക്കാനാ? ഇതെനിക്ക് ക്ലബിന്റെ വാർഷികത്തിന് എടുക്കാനാ. അയ്യോ, ഇങ്ങനെയുള്ള ഭാര്യമാരുണ്ടെങ്കിൽ എങ്ങനെ അഴിമതിക്കാരായ IAS ഉണ്ടാകാതിരിക്കും? എന്തായാലും നീ ഒരു കാര്യം ചെയ്യും. നാളെ നീ പോകുന്ന വഴിക്ക് ആ കുരിശുമൂട്ടിൽ 2 മെഴുകുതിരിയും കത്തിച്ച് എന്റെ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്ക്, കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയായി വരട്ടെ.